9-ാം തീയതി വൈകിട്ട് 7 മണിക്ക് 7:30 മണിക്ക് മറ്റേ ഇതിനടുത്ത് ഇടുക്കിയിലെ പോസ്റ്റ് 9-ാം തീയതി വൈകുന്നേരം 7:30 മണിക്ക് UDFിൻ്റെ സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിൻ്റെ ഇലക്ഷൻ കമ്മിറ്റിയുടെ റിവ്യൂ മീറ്റിങ്ങിൽ ഞാൻ തൊടുപുഴ എത്താമെന്ന് അറിയിച്ചു. അതറിയാവുന്ന ആരോ ആണ് ഈ 9-ാം തീയതി കാലത്തെ 11 മണിക്ക് ഞാനിങ്ങനെ ഒരു പ്രതിഷേധ ജാഥ നടത്തുമെന്നൊരു ഫേക്ക് ഇതുണ്ടാക്കിയത്. ഞാൻ ഉടൻ തന്നെ രാവിലെ ഇടുക്കിയിലെ ബിഷപ്പിനെ ഫോണിൽ ബന്ധപ്പെട്ടു. തൊടുപുഴ വരുമ്പോൾ അദ്ദേഹത്തെ പോയി കാണാൻ വേണ്ടിയാണ് ബന്ധപ്പെട്ടത്. അദ്ദേഹം വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഇത് ഫേക്കായിട്ടുള്ളതാണെന്നറിയാം, ഞങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണയുമില്ല. പക്ഷേ ഇവിടെ ഈ ബൈബിൾ ക്ലാസ്സിൽ പഠിക്കുന്ന ആരോ ബിഷപ്പിൻ്റെ പോലും ശ്രദ്ധയിൽപ്പെടാത്തൊരു കാര്യമാണ് ഈ കേരള സ്റ്റോറി കാണിച്ചു. അപ്പോൾ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു കേരള സ്റ്റോറി കാണിച്ചതിനെക്കുറിച്ച്. ഞാൻ പറഞ്ഞു, ദൂരദർശനിൽ കേരള സ്റ്റോറി കാണിക്കുന്നതിന് ഞങ്ങൾ ശക്തമായിട്ട് എതിർത്തില്ല. ഇതാണ് ആ ഒരു ഫേക്കായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ കൊടുത്തത്. MM ഹസൻ എല്ലാ ജനാധിപത്യ വിശ്വാസികളും പങ്കെടുക്കുക ഇതിനെതിരായിട്ട്. അപ്പോൾ OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുന്ന ഒരു ചിത്രം ഇടുക്കി രൂപതയുടെ അംഗീകാരവും അറിവുമില്ലാതെയാണ് കാണിച്ചത്. പക്ഷെ പത്രങ്ങളിൽ വന്ന വാർത്ത എന്താ? അടുത്ത ദിവസം പത്രത്തിൽ വന്നു, തലശ്ശേരി രൂപതയിൽ കാണിക്കാൻ പോകുന്നു, മാനന്തവാടി രൂപതയിൽ കാണിക്കാൻ പോകുന്നു. ഞാനും നമ്മുടെ സഹപ്രവർത്തകരും ഈ തലശ്ശേരി ബിഷപ്പിനെ ബന്ധപ്പെട്ടു. KC ജോസഫ് മാനന്തവാടി ബിഷപ്പിനെ നേരിട്ട് പോയി സണ്ണി ജോസഫും KC ജോസഫും ഒക്കെ പോയി കണ്ടു. അവരാരും ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല. ബൈബിൾ ക്ലാസ്സിൽ പഠിക്കുന്ന ഏതോ കാത്തലിക് യൂത്ത് മൂവ്മെൻ്റ് കുബുദ്ധികളായ ചെറുപ്പക്കാർ, ബിഷപ്പ് പറഞ്ഞ വാക്യത, അവരുടെ ഒന്നും അറിവും സമ്മതവുമില്ലാതെ ഇത് കാണിക്കുന്നു. ഇത് വലിയ വാർത്തയായി. ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് എതിർത്തത് ഒന്നിനേ ഉള്ളൂ, ഇലക്ഷൻ സമയത്ത് ഒഫീഷ്യൽ ചാനലാണ് ഇന്ത്യ രാജ്യത്ത് ഗവൺമെൻറ്റിൻ്റെ ദൂരദർശനിൽ ഇത് കാണിക്കുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമാണ്, അതേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു സ്റ്റോറിയായിട്ട് ഡെവലപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ ഈ ഫേക്ക് പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഈ ഐഡിയുടെ പിന്നിൽ ഞാൻ സംശയിക്കുന്നത് സൈബർ സഖാക്കളാണ്. വേറെ ആരും ഇതിൻ്റെ പിന്നിൽ വരില്ല. ഉത്തരേന്ത്യയിൽ BJP പയറ്റുന്ന അതേ അടവ് ഇതാണ്. മതവികാരം ആളിക്കത്തിക്കുക, മതസ്പർദ്ധ വർദ്ധിപ്പിക്കുക. അവരാണ് ഇത്തരത്തിലുള്ള പ്രചരണം നടത്തുന്നത് എന്നുള്ളത് പ്രത്യേകം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സന്ദർഭത്തിലാണ് ചിലയിടത്ത് മണിപ്പൂർ വിഷയത്തെക്കുറിച്ചുള്ള ചില ഡോക്യുമെൻ്ററികൾ കാണിച്ചു എന്ന് പറഞ്ഞു. ഇതെല്ലാം കേരളത്തിലെ ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാർ അതൊന്നും അവരുടെ പരസ്യ പ്രസ്താവന എന്താണ്, സീറോ മലബാർ സഭ ഒരു പ്രസ്താവന തന്നെ പുറപ്പെടുവിച്ചു. അവർ പറഞ്ഞത് ഈ കേരള സ്റ്റോറിയുടെ പേരിൽ ആരും വിവാദം ഉണ്ടാക്കരുത്. ഞാനതിനെ സ്വാഗതം ചെയ്തു. കാരണം തൊടുപുഴയിൽ വെച്ച് പത്രക്കാരനോട് പറഞ്ഞു, ഇങ്ങനെ ഈ കേരള സ്റ്റോറിയുടെ പേരിൽ വിവാദമുണ്ടാക്കാൻ ഇതുപോലുള്ള ഫേക്ക് ഫേസ്ബുക്കുകൾ പ്രചരിപ്പിച്ച് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണെന്നുള്ളത് നിങ്ങൾ അന്വേഷണാത്മകമായ പത്രപ്രവർത്തനം നടത്തുന്ന നിങ്ങൾക്കും കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. മണിപ്പൂരിലെ ഇന്നലെ പ്രധാനമന്ത്രി ഒരു ചാനലിൽ പറഞ്ഞു, ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, മണിപ്പൂരിലെ വിഷയത്തിൽ യഥാസമയം ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. എവിടെയാണ് ഇടപെട്ടതെന്ന് നമുക്കാർക്കും പിടികിട്ടിയിട്ടില്ല. മണിപ്പൂരിലെ ക്രൈസ്തവ ദേവാലയങ്ങൾ ചാമ്പലായി, നിരവധി ആളുകളെ കൊല വിളിച്ചു. BJP ഗവൺമെൻറ് അനങ്ങിയില്ല. അവരുടെ രക്ഷയ്ക്കെത്തിയത് രാഹുൽ ഗാന്ധിയും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കളുമാണ്. അയോധ്യയിൽ പോയി ക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത പ്രതിഷ്ഠ നടത്തിയ പ്രധാനമന്ത്രി, അബുദാബി വരെ പോയി ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നടത്തിയ പ്രധാനമന്ത്രിക്ക് തകർന്നു കിടക്കുന്ന മണിപ്പൂരിലെ ക്രൈസ്തവ ദേവാലയങ്ങൾ കാണാനോ അവിടുത്തെ ജനങ്ങളെ ആശ്വസിപ്പിക്കാനോ കഴിയില്ല. അദ്ദേഹം പൊതുയോഗത്തിൽ പറയണം. പ്രധാനമന്ത്രി പറയുമ്പോൾ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാൻ പറ്റുമോ? പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തോട് ആർക്കെങ്കിലും പരസ്യമായി പ്രതിഷേധിക്കാൻ പറ്റുമോ? യഥാസമയം ഞങ്ങൾ ഇടപെട്ടു. യഥാസമയം ഇടപെട്ടില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. പൗരത്വ നിയമത്തിൻ്റെ പേരിൽ, യൂണിഫോം സിവിൽ കോഡിൻ്റെ പേരിൽ, കാശ്മീരിലെ 370-ാം വകുപ്പ് റദ്ദാക്കിയതിൻ്റെ പേരിൽ ഇന്ത്യയിലെ പ്രബലമായ ഒരു ന്യൂനപക്ഷത്തിൻ്റെ മനസ്സിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നു. മണിപ്പൂരിലെ സംഭവത്തിൽ തിരിഞ്ഞു നോക്കാത്തതിൻ്റെ പേരിൽ ക്രൈസ്തവ മതവിശ്വാസികൾ
അതിശക്തമായി പ്രതിഷേധിക്കുന്നു. അതെല്ലാം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് യഥാസമയം ഇടപെട്ടു എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ അവകാശവാദം കേരളത്തിലെ ജനങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല. അത് ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർ തീർച്ചയായിട്ടും അതിനോടൊക്കെ പ്രതികരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം.